ഹലോ, ഒരു കഥ പറയട്ടെ നിന്നോട്. പറയി പെറ്റ പന്തിരുകുലം, 12 മക്കളെ പ്രസവിച്ച് പറയി സ്ത്രീയുടെ കഥ. വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ വിദ്വാനായിരുന്ന വരരുചി എന്നു പേരുള്ളൊരു ബ്രാഹ്മണന് ഒരു പറയി സ്ത്രീയിൽ 12 മക്കളുണ്ടായ കഥ നീ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒരിക്കൽ വരരുചി എന്ന ഈ ബ്രാഹ്മണനും പറയി സ്ത്രീയും അവരുടെ വിവാഹശേഷം നാട് ചുറ്റാനിറങ്ങി. കഥയിൽ ചോദ്യങ്ങൾ അധികമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇവിടെ ചില ഗുണപാഠങ്ങളുണ്ട്. അവരുടെ നാട് ചുറ്റലിനിടയിലാണ് ഈ സ്ത്രീ 12 മക്കൾക്ക് ജന്മം കൊടുത്തത്. ഓരോ ദേശത്തും ഓരോ കുഞ്ഞുങ്ങൾ ജനിച്ചുവെന്നാണ് ഐതിഹ്യം. ഓരോ പ്രസവത്തിനും സമയമാകുമ്പോൾ പറയി സ്ത്രീ ഭർത്താവായ വരരുചിയോട് തനിക്ക് പ്രസവ സമയമായി എന്നറിയിക്കും. അയാൾ അടുത്തുള്ള കാട്ടിലോ പറമ്പിലോ പ്രസവം നടത്താൻ ആ സ്ത്രീയോട് ആവശ്യപ്പെടും. പ്രസവം കഴിയുമ്പോൾ വരരുചി ഭാര്യയായ പറയി സ്ത്രീയോട് ചോദിക്കും, കുഞ്ഞിന് വായുണ്ടോ? ഉണ്ട് എന്ന് ആ സ്ത്രീ മറുപടി പറയും. അപ്പോൾ വരരുചി ആ സ്ത്രീയോട് പറയാറുള്ളത് ഇപ്രകാരമാണ്: വായ കൊടുത്ത ദൈവം ആ വായിലേക്കുള്ള അന്നവും നൽകും, അതുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കുക. അങ്ങനെ ഓരോ ദേശങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു പോകുമ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടമായിരുന്നു. താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ ആരെയും തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം. ഒടുവിൽ 12ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ വരരുചി പഴയ ചോദ്യം ആവർത്തിച്ചു: കുഞ്ഞിന് വായുണ്ടോ? ഒരു നിമിഷം ഒന്ന് നിശബ്ദയായിട്ട് പറയി എന്ന ആ അമ്മ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിന് വായില്ല. എന്നാൽ കുഞ്ഞിനെ കരങ്ങളിലെടുക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടു. അവൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് യഥാർത്ഥത്തിൽ വായില്ലാതെയാണ് ജനിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ആ കുഞ്ഞിന്റെ പേരാണ് വായില്ല കുന്നിലപ്പൻ എന്ന ഐതിഹ്യമാലയിലെ കഥാപാത്രം. ഈ 12 മക്കളിൽ കുറേ പേരൊക്കെ നമുക്കറിയാം. മേഷന്തോൾ അഗ്നിഹോത്രി, രചകൻ, പെരുന്തച്ചൻ, നാറാണത്ത് ഭ്രാന്തൻ, പാണനും പാക്കനാരും, പിന്നെ ചാത്തനും, വായില്ല കുന്നിലപ്പനും. ഈ കഥ പറയാൻ കാരണം സാത്വിയായ നന്മ നിറഞ്ഞ ഒരു മാതൃത്വം അവളുടെ വാക്കുകൾ കൊണ്ട് കുഞ്ഞിന് വായില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് വായില്ലാത്തവനായി ജനിച്ചു. എല്ലാ അമ്മ മനസ്സുകളും നന്മയും വിശുദ്ധിയും നിറഞ്ഞതാണ് എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ലായിരിക്കാം. എങ്കിലും വലിയൊരു ഭൂരിപക്ഷം അമ്മമാരും ത്യാഗത്തിൻ്റെയും നന്മയുടെയും മൂർത്തിഭാവങ്ങളാണ്. അവരുടെ വാക്കുകൾക്ക് വളരെ വലിയ ശക്തിയുണ്ട്. ഒരു പക്ഷേ നമ്മെ ഒരുപാട് ഉയരങ്ങളിലേക്ക് വളർത്താനും നമ്മുടെ ജീവിത പുരോഗതിക്ക് കാരണമാകാനും അമ്മ മനസ്സുകൾക്ക് സാധിക്കും. പെറ്റ വയറിന്റെ ആനുകൂല്യങ്ങളൊന്നും ചോദിക്കാതെ മക്കളുടെ ജീവിത വഴികളിൽ പ്രകാശഗോപുരങ്ങളായി തിളങ്ങി നിൽക്കുന്ന അമ്മമാരുണ്ട്. ഒരു പ്രാർത്ഥനാ മന്ത്രം പോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രദക്ഷിണ വഴികളിൽ അമ്മ കത്തിനിൽപ്പുണ്ട്. അമ്മയുടെ ആ സാന്നിധ്യവും നിശബ്ദമായ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന് ആശ്വാസം പകരും, നമ്മളെ ബലപ്പെടുത്തും. അമ്മ ഇല്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അമ്മ മനസ്സിന് നൊമ്പരങ്ങൾ തട്ടാതെ നോക്കണം. അമ്മ കിളിക്കൂട്ടിലേക്ക് ഓടിയണയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കുഞ്ഞ് എപ്പോഴും നമ്മിൽ രൂപപ്പെടണം. അമ്മ നന്മയാണ്, അമ്മ സ്നേഹമാണ്. നസ്രായന്റെ ജീവിതത്തിൽ ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയോടൊപ്പം വിധേയപ്പെട്ട് നസ്രായൻ ജീവിച്ചുവെന്ന് വേദഗ്രന്ഥം പറയുന്നുണ്ട് കേട്ടോ. ഒടുവിൽ പ്രായപൂർത്തിയായ മകനെയും കൊണ്ട് കല്യാണ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ വീഞ്ഞില്ല എന്ന് തിരിച്ചറിഞ്ഞ അമ്മ മകനോട് പറഞ്ഞുവത്രേ, അവർക്ക് വീഞ്ഞില്ല. ഓരോ മക്കളുടെയും ജീവിതത്തിൽ ആദർശം പകരാനും സ്നേഹം പകരാനും അവരെ നയിക്കാനും ഒരമ്മയുടെ സാന്നിധ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. നന്മ നിറഞ്ഞ മാതൃഹൃദയങ്ങളാണ് മക്കളെ ജീവിതത്തിന്റെ പുരോഗതിയുടെ മേഖലകളിലേക്ക് ഉയർത്തുന്നത്. എത്രയോ നന്മ നിറഞ്ഞ അമ്മമാരെ നാം കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആ നന്മയുടെ മാതൃത്വത്തിന് കളങ്കമേൽപ്പിക്കുന്ന അമ്മമാരെയും നമ്മുടെ ചുറ്റുപാടുകളിൽ ഈയിടെയായി നമ്മൾ ഏറെ കണ്ടുവരുന്നുണ്ട്. എങ്കിലും അമ്മ ഉണ്ട് എന്നുള്ളത് വലിയൊരു ബലമാണ്, അതൊരു വിശ്വാസമാണ്. ആരൊക്കെ ഇട്ടെറിഞ്ഞു പോയാലും അമ്മയുള്ളിടത്തോളം കാലം നമ്മളാരും അനാഥരല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും. എന്തു കൊടുത്താണ് അമ്മയോടുള്ള കടം നമ്മൾ വീട്ടി തീർക്കുക? അമ്മ എന്ന വിളക്ക് പൊലിയാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അവളുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്, നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുന്ന വലിയ ശക്തി. മാതൃത്വത്തെ സ്നേഹിക്കണം കേട്ടോ, ഒന്ന് ചേർത്ത് പിടിക്കണം. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.